ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന 4 ബെഡ്റൂമുള്ള പുതിയ ബ്രാൻഡ് ന്യൂ വീടാണ്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും ബാത്റൂമിലെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി സ്ട്രക്ചറും വർക്കും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാർ ഷെഡിനുള്ള ഇത് ഡ്രസ് വർക്ക് അവർ ചെയ്തു തരും. ഇപ്പോൾ കാർ പോർച്ച് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് മലമ്പുഴ വാട്ടറിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഗാർഡനിങ് ചെയ്യാനുള്ള സ്പേസ് അവർ വിട്ടിട്ടുണ്ട്. സോ ആ സൈഡ് നമുക്ക് ഫുള്ളായിട്ട് പാടവും അങ്ങനെ നല്ല വ്യൂ ആണ്. ഈവനിങ് ഒക്കെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ രാവിലെ നേരത്തെ നോക്കിയാലും അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ലൊരു ഏരിയ തന്നെയാണ്. ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട്. ചുറ്റും ഒരു നല്ലൊരു ഹൗസിംഗ് കോളനി തന്നെയാണ്. ചുറ്റുവട്ടം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട്. ചുറ്റും കണ്ടു വീടിൻ്റെ. ഇവിടെ നമുക്ക് ഗേറ്റിനോട് ചേർന്നിട്ടാണ് നമുക്ക് കാർ പോർച്ച് ഇവിടെ ഡ്രസ് വർക്ക് നമുക്ക് ചെയ്തു തരിക. ഇവിടെ സിറ്റ് ഔട്ടിൽ വർക്കുകൾ കണ്ടേ നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 4 ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ഓരോ റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ തേക്കിൻ്റെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലുള്ള ഡോറുകളെല്ലാം വന്നിട്ട് മൾട്ടിവുഡും അതുപോലെ തന്നെ ജനലുകളൊക്കെ വന്നിട്ട് സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ടൈപ്പാണ്. കയറുമ്പോൾ തന്നെ നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസും. വലിയൊരു ഹാള് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വീട് തന്നെയാണ്. അതുപോലെ തന്നെ റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം 12ക്ക് 13 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കിച്ചൺ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിച്ചൺ കിട്ടുന്നത്. ഇവിടെ അതിനോട് ചേർന്നൊരു വർക്ക് ഏരിയ സ്പേസ്, അത് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കബോർഡ് വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് നമ്മൾ അതിൻ്റെ ഡോറുകളൊക്കെ നമുക്ക് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഷെൽഫെല്ലാം സെറ്റാണ്. നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് നല്ല പാടത്തിൻ്റെ നല്ല പച്ചപ്പ് നിറഞ്ഞ നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. കിച്ചണിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്താൽ തന്നെ ഷെൽഫൊക്കെ കംപ്ലീറ്റഡ് ആവും. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുന്നത്. അവിടെ നമുക്ക് വാഷ് ബേസിനുള്ള സ്പേസും സെപ്പറേറ്റ് അവർ കണ്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ബെഡ്റൂം. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെറോസിമെൻറ്റിൻ്റെ കബോർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനോട് അതിൻ്റെ ഡോറുകൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനോട് ചേർന്ന് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെ കൊടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ്. ഇതിൽ ബാക്കി വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ തരിക. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ അടുത്താണ്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസ് ചെയ്തിട്ടില്ല, അതും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് തരും. ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഫെറോസമെൻറ്റിൻ്റെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യും. എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഡോറ് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് സ്പേസ് കാണാം. നല്ല സ്പേസ് ഉള്ള എല്ലാ റൂമിലും അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല കളർ കോമ്പിനേഷനുള്ള നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം വേണം, അതുപോലെ നല്ല ഹാളിന് സ്പേസ് വേണം, വിശാലമായിട്ടുള്ള കാറ്റും വെളിച്ചം കിട്ടുന്ന വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് തന്നെയാണ് സ്റ്റെയർ കയറി പോകുന്നത്. ക്ലോക്ക് വൈസ് ആണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഇതിന് ഹാൻഡ് റെയിൽ അവർ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ആരെങ്കിലും കണ്ട് ഈ സമയത്ത് തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ കൂടി ബാക്കി വർക്കൊക്കെ ഒരു അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. വിത്തിൻ ടൈം 1 മന്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് വർക്കും കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, സോ കയറി വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ സൈസിൽ തന്നെ ഇവിടെയും ഫെറോസമിൻ്റെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡോറും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. ഇതും അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല സ്പേസുള്ള വാഷ്റൂംസ് തന്നെയാണ്. എല്ലാത്തിലും ഈ ഒരു സ്പേസിലുള്ള വാഷ്റൂംസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്ത് കാണുന്നത് ഇവിടെ ഒരു ബെഡ്റൂം കൂടിയാണ്. ടോട്ടൽ 4 ബെഡ്റൂം. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്.
മേലെയും 2 ബെഡ്റൂം, താഴെയും 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂം ഹൗസാണിത്. ഇതിലും ഫെറോസെമെൻറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ കളർഫുള്ള ഗ്രീനറി അവിടെ നിറഞ്ഞിട്ടുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഇവിടെ നമുക്ക് അതിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂമും കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ഓരോന്നും. 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 4നും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. 6.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1.5-2 സെൻറ്റിൻ്റെ മേലേക്ക് തന്നെ വന്നാൽ നമുക്ക് ഗാർഡനിങ് ചെയ്യാനൊരു സ്പേസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടെറസ് ഏരിയ, ഓപ്പൺ ടെറസ് ഏരിയ. ഇത് നമുക്ക് ഷീറ്റ് ഇറക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ നടത്താനുള്ള അത്രയും സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്. ടൗണാണ്, എന്നാലോ കാറ്റും വെളിച്ചമായിട്ട് നല്ല ഓപ്പൺ ഏരിയ ഉള്ള നല്ലൊരു പ്ലേസ്. കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ശുദ്ധമായി ശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടൗണിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, കാരണം ടൗണിൽ നോക്കിയ ശേഷം ഒരു 2.5-3 കിലോമീറ്റർ ഈ പ്രദേശത്തേക്കുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമീണത കാണാനായിട്ട് പാടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചേർന്നടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർബായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 6.5 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 1850 സ്ക്വയർ ഫീറ്റിനടുത്തുണ്ട്. ഇതിൻ്റെ ഇത് പറയണേ. അതുപോലെ തന്നെ 4 ബെഡ്റൂമാണുള്ളത്, 4ഉം അറ്റാച്ച്ഡാണ്. ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ വാട്ടറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 4000-ൻ്റെ അടുത്ത് ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മേലേക്ക് അടിച്ചു കയറ്റാം. ഇനി ബോർവെൽ അടിക്കണമെങ്കിൽ നമുക്ക് അടിക്കാം. അതുപോലെ തന്നെ കിണർ ഒഴിക്കണമെങ്കിൽ കുഴിക്കാം. അതിനുള്ള സ്പേസൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ മലമ്പുഴ വാട്ടർ തന്നെയാണ്. അത് ഏകദേശം പറഞ്ഞ പോലെ തന്നെ 4000-ഓളം ലിറ്റർ കൊള്ളുന്ന ടാങ്ക് അവിടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല. സോ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൗണിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇത്രയും സൂപ്പർബായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 69 lakh റുപ്പീസാണ്. ഓൺലി ആൻഡ് ഓൺലി 69 lakh റുപ്പീസാണ്. 69 ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. സോ 6.5 സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു 1850 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീട് 4 BHK നമുക്ക് കാണാൻ പറ്റും. ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ചുറ്റുവട്ടമുള്ള വ്യൂ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളതിന് ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തെടുക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, സോ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.